നമ്മുടെ ഓണാട്ടുകരയ്ക്ക് വളരെയേറെ കലാപാരമ്പര്യമുണ്ട്. ആ കലാപാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ പ്രതിഭകളുണ്ട്. ഓണാട്ടുകരയുടെ മണ്ണിൽ നിന്നും കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയിലേക്കും കലാമേഖലയിലേക്കും എത്തി അവിടെ വലിയ വലിയ സംഭാവനകൾ നൽകിയ ഒട്ടേറെ പ്രതിഭകളുണ്ട്. അത്തരത്തിലുള്ളൊരു യുവപ്രതിഭയാണ് ലാലിയാർ പിള്ള. ലാലിയാർ പിള്ള പിന്നണി ഗായികയാണ്. പ്രത്യേകിച്ച് ഇളയരാജയെപ്പോലെ ലോകം ആരാധിക്കുന്ന ഒരു സംവിധായകൻ്റെ പാട്ട് പാടിയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക പ്രമുഖ ഗായകരുടെയും കൂടെ പാടുകയും ഒട്ടേറെ പ്രമുഖരായ സംഗീത സംവിധായകരുടെ പാട്ടുകൾ ആലപിക്കുകയും ചെയ്തിട്ടുള്ള ലാലി നമ്മുടെ കായംകുളം പുള്ളിക്കണക്ക് സ്വദേശിനിയാണ്. ലാലിയുടെ വിശേഷങ്ങളും പാട്ട് വിശേഷങ്ങളും പാട്ടോർമ്മകളും അനുഭവങ്ങളും ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ലാലി നമസ്കാരം. നമസ്കാരം. ലാലി ഏതാണ്ട് മൂന്നര പതിറ്റാണ്ടോ ആകുന്നു സംഗീത രംഗത്ത് അല്ലേ? ഗായിക എന്നുള്ള നിലയിലും പിന്നണി ഗായിക എന്നുള്ള നിലയിലും കലോത്സവ വിജയി എന്നൊക്കെയുള്ള നിലയിലും ഒക്കെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ഈ നാട് ലാലിക്ക് തരുന്ന ഒരു പ്രോത്സാഹനം എങ്ങനെയാണ്? അതിൽ തന്നെ തുടങ്ങണം. നാട്ടുകാർ, അതായത് ഇപ്പം ചെറിയ കാലം മുതൽ തന്നെ അച്ഛനിങ്ങനെ എല്ലാ പ്രോഗ്രാംസിനും കൊണ്ടുപോകുമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു പ്രത്യേകതയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും എവിടെ ചെന്നാലും ഒരു പരിഗണന കിട്ടാറുണ്ട്. മറ്റുള്ളവരെക്കാട്ടിൽ കൂടുതൽ നമ്മളെ അറിയുന്നുണ്ട് ആൾക്കാർ. ആ ഒരു പ്രോത്സാഹനം. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ നന്നായിരുന്നു എന്നൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടുകാർ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ബാക്കി ആര് പ്രോത്സാഹിപ്പിച്ചിട്ടും കാര്യമില്ലല്ലോ. ലാലി ഒരുപക്ഷെ കേരളത്തിൽ അറിയപ്പെടുന്നത് ഗുരു എന്ന ചിത്രത്തിലെ ആ ഒരു 4 വരി ഒന്ന് പാടിയത്. ഗുരുചരണം ശരണം നാഥ തിരുവടി ശരണം, ഗുരുചരണം ശരണം നാഥ തിരുവടി ശരണം, പരമാണുവിലും നിറയും ഉയിരിൻ പൊരുളേ ശരണം, കരുണാമയ ഗുരുവരനേ ശരണം ശരണം ശരണം, ആകാശമാം മൗനമേ മന്ത്രമേ, ഗുരുചരണം ശരണം നാഥ തിരുവടി ശരണം, ഗുരുചരണം ശരണം നാഥ തിരുവടി ശരണം. ഈ പാട്ട് റെക്കോർഡ് ചെയ്ത ഒരു ദിവസം ഇപ്പം തന്നെ ആ ഒരു സീൻ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവുമല്ലോ. പിന്നെ തീർച്ചയായിട്ടും. എങ്ങനെയായിരുന്നു ആ ദിവസം ഒന്ന് ഓർത്തേ? ആ ദിവസം രാവിലെ ചെല്ലുന്നതും ആ സീൻ ഒന്ന് ഓർത്തേ. അതായത് പത്രത്തിലെ ഇളയരാജ പുതിയ ശബ്ദം തേടുന്നു എന്നുള്ളൊരു പരസ്യം കണ്ടിട്ട് അച്ഛനാണ് എനിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത്. അപ്പോൾ ബയോഡേറ്റയും ആ സമയത്ത് ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ഡോക്ടർ ചേരാവള്ളി ശശി സാർ എഴുതി ചന്ദ്രശേഖര മാഷ് സംവിധാനം ചെയ്ത കളിമൺ വിളക്കിൻ്റെ നിറങ്ങുന്ന ഒരു പാട്ടുണ്ട്. എനിക്ക് എപ്പോഴും രാശിയുള്ളൊരു പാട്ടാണ്. ഞാൻ എവിടെയും എനിക്ക് ധൈര്യമായിട്ട് പാടാൻ പറ്റുന്നൊരു പാട്ട്. ആ പാട്ട് കരുനാഗപ്പള്ളി ശ്രീരാഗ് സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്ത് ബയോഡേറ്റയ്ക്കൊപ്പം അയച്ചു കൊടുത്തു വെച്ചാൽ. അപ്പം അതിനകത്ത് നിന്ന് ത്രൂ ഔട്ട് കേരള മൊത്തത്തിൽ ഒരു 8 പേരെ സെലക്ട് ചെയ്തതിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ തലേദിവസം തന്നെ അവിടെ പോയി താമസിക്കുന്നു. ഇതെല്ലാം പ്രസാദ് സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡിങ്. അപ്പോൾ വേറെ അക്കോമഡേഷനൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരസ്പരം പരിചയപ്പെട്ടു. പിന്നെ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഇത് രാജീവ് രഞ്ജൻ പോലൊരു സംവിധായകൻ്റെ മോഹൻലാലിനെ പോലൊരു നടൻ അഭിനയിക്കുന്ന ഒരു വലിയ ബ്രഹ്മാണ്ഡ ചിത്രമാണ്. രാജീവ് രഞ്ജനെ പോലെ വളരെ പ്രശസ്തനായ ഒരു കലാസംവിധായകൻ്റെ ഒരു ചലച്ചിത്ര സംവിധാന സംരംഭമാണ്. അതിലൊക്കെ ഉപരി കരുണാകര ഗുരുവിൻ്റെ ജീവിതത്തെ ബേസ് ചെയ്തുള്ള ഒരു സിനിമയാണ്. ഇങ്ങനെയൊക്കെ എന്തേലും ഒരു ഐഡിയ ഉണ്ടായിരുന്നു?
അതൊന്നും നമുക്കിതൊന്നും അറിയില്ല. ഇളയരാജ സാറിൻ്റെ സംവിധാനത്തിൽ പാടാൻ പോകുന്നു എന്ന് മാത്രമേ അറിയാം. അല്ലാതെ ഇന്ന ചിത്രത്തിന് വേണ്ടി എന്നൊന്നും അന്ന് പരസ്യത്തിലുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പം മോഹൻലാലിൽ സാർ ജസ്റ്റ് അതിൻ്റെ തലേദിവസം വന്നു പോയി. അങ്ങനെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ സാധാരണ ഓർക്കസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഹംഗറിയിൽ നിന്നൊക്കെ വരുത്തിയ വലിയ വലിയ സ്റ്റൈലിലുള്ള കുറേ ഉപകരണങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ കാണാൻ പറ്റി, അതിനോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള വലിയൊരു സന്തോഷമുണ്ട്, വലിയൊരു ഭാഗ്യം. എനിക്ക് തോന്നുന്നു ഇപ്പം വളരെ ജ്വലിച്ച് നിൽക്കുന്ന കുറേ പേർക്കെങ്കിലും കിട്ടാതെ പോയൊരു ഭാഗ്യം. അത്രയൊന്നും ഉയരാൻ പറ്റിയില്ലെങ്കിലും ഫുൾ ഓർക്കസ്ട്രയോടൊപ്പമായിരുന്നു പാടി അല്ലേ? അതെ അതെ, ആ സമയത്ത് അല്ലേ? അപ്പം എങ്ങനെയായിരുന്നു പറഞ്ഞു തന്നു അല്ലേ? പറഞ്ഞു ഇളയരാജ സാറിൻ്റെ അസിസ്റ്റന്റ് സൗന്ദരരാജൻ സാറായിരുന്നു പറഞ്ഞു തന്നത്. അതെ, നമ്മുടെ അപ്പൂലെ കൂത്തമ്പലത്തിൽ വെച്ചൊക്കെ ചെയ്ത സാറ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നു, അതനുസരിച്ച് ഞങ്ങളെല്ലാവരും പഠിച്ചു. അപ്പോഴും കോറസിനകത്ത് പാടുന്നു എന്നുള്ളൊരു ഫീലേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പാടി കഴിഞ്ഞപ്പോഴാണ് അതിനകത്ത് നിന്ന് എന്നെയും പിന്നെ പ്രീജ, സോണിയ 2 കുട്ടികളുണ്ടായിരുന്നു, അവരെയും, അന്ന് കുട്ടികളാണ് ഞങ്ങളെല്ലാവരും, മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ പറഞ്ഞു വിടുകയും ഞങ്ങളെ പ്രത്യേകം ഈ ഒരു പോർഷൻസ് പാടിക്കുകയും ചെയ്തു. അതിനകത്ത് ഞാനിപ്പോൾ പാടിയ പോർഷൻ കോറസ് പോർഷനാണ്. മറ്റേത് അയുധം സൗരയൂഥം എന്ന് തുടങ്ങുന്ന സിതാര അഭിനയിച്ചിരിക്കുന്ന ഭാഗമാണ് ഞാൻ പാടിയത്. അയുധം സൗരയൂഥം അറിവിൻ ബ്രഹ്മദീപം പുലരും സത്യലോകം അഖിലം നിന്റെ ദാനം പൊരുളറിഞ്ഞ മിഴി തരുന്നു നീ ഇരുളൊഴിഞ്ഞ വഴി തരുന്നു നീ പ്രഭയും നീ ഓംകാരനാദ പ്രണവം നീ ഓം ശാന്തി ഓം ഗുരുചരണം ശരണം നാഥ തിരുവടി ശരണം ഗുരുചരണം ശരണം നാഥ തിരുവടി ശരണം. ഈ പോർഷന്റെ ഇടയ്ക്ക് ഒരു ഹമ്മിങ് വരുന്നുണ്ട് അല്ലേ? ഒരു ഹമ്മിങ്, കോറസ് ഹമ്മിങ് വരുന്നുണ്ട് അല്ലേ? അതും ലൈവായിട്ട് തന്നെയായിരുന്നോ എടുത്തത് അല്ലേ? പിന്നെ ഈ ഇത്രയും ഫുൾ ഓർക്കസ്ട്രേഷൻ, അപ്പം എനിക്ക് തോന്നുന്നു ഒരു മെഗാഷോയുടെ ഒരു ഫീലായിരുന്നു. അപ്പം ഇളയരാജ സാർ കൺസോളിലിരുന്നത് കേൾക്കുകയും ഞങ്ങളെ നന്നായിട്ട് പഠിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇതിലേക്ക് രംഗത്തേക്ക് വന്നത്. സൗന്ദരരാജൻ സാറാണ് ഞങ്ങളെ ഇതെല്ലാം പഠിപ്പിച്ചത്. അപ്പോൾ ഇത് ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് കൺസോളിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു, ലാലി ഒക്കെ അങ്ങോട്ട് ചെല്ലുകയായിരുന്നു, എങ്ങനെയായിരുന്നു? അങ്ങോട്ട് ചെന്നപ്പോൾ എന്താ പറഞ്ഞത്? സാറ് ഇങ്ങനെ തോളിൽ തട്ടി, പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, പക്ഷെ നമുക്ക് ആ മുഖം കാണുമ്പോൾ ആ ഒരു ഫീല് നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തിന് തൃപ്തിയായിരുന്നു എന്നുള്ളൊരു, ഇഷ്ടപ്പെട്ടു, വോയിസ് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ പിന്നീട് പറഞ്ഞു. ഫസ്റ്റ് ടേക്ക് തന്നെ പോയിരുന്നു? ഇല്ല, 2-3 ടേക്ക് എടുക്കേണ്ടി വന്നു. എന്നിട്ട് പിന്നെ കേട്ടു നോക്കിയോ? അവിടെ വെച്ച് തന്നെ കേട്ടു നോക്കിയായിരുന്നു? കേട്ടു. ഇല്ല, അത് പലതവണ ഇങ്ങനെ ഞങ്ങൾ ഫ്രഷേഴ്സ് ആയതുകൊണ്ടും കൂടി പലതവണ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് അവർ റെക്കോർഡിങ്ങിന് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഇതൊന്നും വേണ്ടി വന്നില്ല. അന്നേരം ഇത് കഴിഞ്ഞു, സിനിമ വന്നു. എപ്പോഴാണ് അറിയുന്നത് ഇത് ഗുരു എന്ന് പറഞ്ഞ സിനിമയാണ്, മോഹൻലാലാണ് നായകൻ? ഇതൊക്കെ എപ്പോഴാണ്? അതൊക്കെ അന്നേരം അറിഞ്ഞു, അവൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അറിഞ്ഞു ഇതെല്ലാം. പിന്നെ ആളാണ് ഇതിൻ്റെ ഫിലിം ഡയറക്ടർ, അതെല്ലാം ചെന്ന് കഴിഞ്ഞ് അറിഞ്ഞു. മോഹൻലാൽ സാറിനെ ജസ്റ്റ് മിസ്സായിരുന്നു, കാണാൻ പറ്റിയില്ല. അങ്ങനെ നല്ലൊരു സ്വപ്നതുല്യമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. ഇത് കഴിഞ്ഞു സിനിമ തിയേറ്ററിൽ വന്നപ്പോൾ പോയി കണ്ടോ? പിന്നെ എല്ലാവരും കൂടെ പോയി കണ്ടു. അപ്പോൾ ആ ഒരു സീൻ സിത്താരയാണ് അഭിനയിക്കുന്നത്. അതെ, അപ്പം ഇങ്ങനെ ഇപ്പം വരും എന്നുള്ള ആ പോർഷൻസ്, ആ പാട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ടും ഞാൻ മാത്രം പാടുന്ന ആ പോർഷൻ ഇപ്പം വരും എന്നുള്ള ആ ഒരു ഇതിൽ എങ്ങനെ അവിടെ ഇരുന്നു എന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. അത്ര ആദ്യമായിട്ടല്ലേ അതിൽ ഈ ലാലി പാടിയ ആ ഒരു ഭാഗം അത്യാവശ്യം ഭയങ്കര ഒരു എന്താ പറയുന്നേ, സ്മൂത്ത്നെസ്സും ഉണ്ട്,
ഇല്ലേ? കുറച്ച് സങ്കീർണമാണ്. ആണ്. ഇളയരാജയുടെ ഷാർപ്പാണ്. ഇളയരാജയുടെ എല്ലാ തനത് ഇഫക്റ്റും അതിനകത്ത് വന്നിട്ടുമുണ്ട്. അപ്പൊ അതൊരു വലിയ ഭാഗ്യമാണ് ആ ഒരു പോർഷൻ പാടാൻ കിട്ടുക എന്നുള്ളത്. അടുത്ത സിനിമ ഏതായിരുന്നു? ഏത് സിനിമയിലേക്കായിരുന്നു പിന്നെ പാടിയത്? അടുത്തത് കുറേ ഒരു ഗ്യാപ്പിന് ശേഷം വജ്രം വരും, അല്ല കാക്കേ കാക്കേ കൂടെ എവിടെ എന്ന് പറയുന്ന ഒരു കുട്ടികളുടെ ഒരു ഫിലിമാണ്. അത് എനിക്ക് തോന്നി നമ്മളുടെ ഈ പ്രദേശത്തുള്ള കുറെ ആൾക്കാരൊക്കെ തന്നെയായിരുന്നു അല്ലേ? അതെ, അത് ഹരിപ്പാട് KPN പിള്ള സാറിന്റെ സംഗീതത്തിലാണ്. പക്ഷെ അതിലെ പാട്ട് അത്യാവശ്യം ഹിറ്റായിരുന്നു അല്ലേ? അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ടായിരുന്നു. പാട്ടുകള് അല്ലേ? അതിലെ ഒരു രണ്ടൊരു പാട്ടൊന്നും പാടി. ഒരു കാനക്കുയിൽ കൊടിയേറി കാവതി കാക്കക്കൂട്ടിൽ ഒരു കാനക്കുയിൽ കൊടിയേറി ഓമനിക്കാനാരുമില്ലാതെ നോവുമോർമകൾ. അങ്ങനെ ഒരു പാട്ടായിരുന്നു. അത് ഗുരു കൂടെ ആയിരുന്നു, സംഗീതം പഠിപ്പിച്ച ആൾ കൂടെ ആയിരുന്നു എൻ്റെ സംഗീത സംവിധാനം. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത സിനിമയാണ് വജ്രം. വജ്രം വരും വരുന്നു വന്നു. ഇത് രണ്ടും ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ ആയിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തെലുങ്ക് ഭാഷയിലും പാടി. അതെ, തെലുങ്കിൻ്റെ മലയാള റീമേക്കാണ്. അൻവർ സാദത്തും ഞാനും കൂടി അതൊരു ഡ്യുവറ്റ് ആയിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടേ പലപ്പോഴും പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഗുരുവിലെ ഈ പാട്ട് പാടിയ ആൾ ഇവിടെയുള്ള ആളാണ് എന്നുള്ളത്. ടൈറ്റിൽ കാർഡിൽ വന്നില്ല, അതൊരു വിഷമമായിരുന്നു. അതൊരു വലിയ രസമുണ്ട്. ഞാൻ ഗുരുവിൽ പാടാൻ പോയി എന്നുള്ളത് കോളേജിൽ എല്ലാവരും അറിഞ്ഞു. ഫൈനൽ ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ അത് എല്ലാം റിലീസായി കഴിഞ്ഞിട്ട് കാസറ്റ് വാങ്ങിച്ചു. എല്ലാവരും എൻ്റെ പാട്ടും കൂടെ ഉള്ളതുകൊണ്ട് കൂട്ടുകാരെല്ലാം വാങ്ങിച്ചു. കാസറ്റിൻ്റെ സമയമാണ്. അതിനകത്ത് വലിയ നല്ലൊരു രീതിയിലാണ് കാസറ്റും ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടി സാർ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പിന്നെ അങ്ങനെ ഓരോ ഇതിനെപ്പറ്റി ഇൻട്രൊഡക്ഷനൊക്കെ ഉള്ള ഒരു നല്ല ഇതായിരുന്നു, വർക്കായിരുന്നു അത്. അപ്പോൾ എല്ലാത്തിലും ഗുരുചരണം ശരണമാണെങ്കിൽ വേണുഗോപാൽ ആൻഡ് കോറസ്, അടുത്ത പാട്ട് MG ശ്രീകുമാർ ആൻഡ് കോറസ്. അപ്പോൾ ഇടി നിന്റെ പേര് ഇത് എവിടെയാ? കോറസ് എന്നാണ്. അപ്പോൾ അങ്ങനെ കോറസ് എന്ന് ഇരട്ട പേര് വീണു കോളേജില്. പിന്നീട് എന്താ പറയണ്ട, അന്നേരം വിഷമം ഉണ്ടായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും പോയി മെനക്കെട്ട് പിന്നെ ആലോചിച്ചു, ഇത്രയും വലിയൊരു സംഗീത സംവിധായകന്റെ അടുത്ത് പാടുക എന്നുള്ള ഒരു വലിയ ഭാഗ്യം തന്നെ കിട്ടിയല്ലോ എന്നോർത്ത് സമാധാനിച്ചു. ആ കൂട്ടത്തിൽ വേറൊരു പാട്ടും അതെനിക്ക് എന്താ കൈമോശം വന്നു പോയി എന്ന് പറയാം. മിന്നാരം മാനത്ത് എന്ന് പറയുന്ന സുജാത ചേച്ചി പാടിയ അസാധ്യ പാട്ടാണ്. അത് സത്യം പറഞ്ഞാൽ സാറ് തന്നെ എനിക്ക് ട്രാക്ക് പാടി തന്നതാണ് പാടാനായിട്ട്. അതൊരു വലിയ ഭാഗ്യമാണ്. മാനത്ത് മഴവില്ലൊടിഞ്ഞല്ലോ, പുൽമേഘം താഴത്ത് രഥമേറി വന്നല്ലോ, അഴകിനും വരനായി അവനുടനണയും പുലരികൾ ഇനിയും പുതുമകൾ പറയും. ഈ സീതയ്ക്കും പ്രിയമരുളിയ മിന്നാരം മാനത്ത് മഴവില്ലൊടിഞ്ഞല്ലോ, പൊന്മേഘം താഴത്ത് രഥമേറി വന്നല്ലോ. ഇത് ഈ അദ്ദേഹം തന്നെ ട്രാക്ക് പറഞ്ഞ് പാടി തരിക എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ ട്രാക്ക് പാടാൻ വേറെ സിംഗേഴ്സാണ് പഠിപ്പിച്ച് തരാനൊക്കെ. എങ്ങനെയാണത് നമ്മുടെ ഇന്ന് ഈ സ്കിപ്പായി പോയത് എങ്ങനെയാണ് ഓർക്കാൻ പറ്റുമോ? അത് എനിക്ക് തോന്നുന്നത് ഇത് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ടാണല്ലോ. അപ്പോൾ അത് ആ ഒരു ശരിക്കും പറഞ്ഞാൽ ശ്രീലക്ഷ്മി ഇങ്ങനെ മോഹൻലാലിനെ ഓർത്ത് ഇങ്ങനെ പാടി നടക്കുന്ന ഒരു സീനാണ്. ചേട്ടൻ കണ്ടിട്ടുണ്ട്. അപ്പം അതിന് പറ്റിയൊരു ഭാവം കൊടുക്കാൻ ഒരുപക്ഷെ സാറിന് അത് അത്രയും പാട്ട് ഇഷ്ടപ്പെട്ടു, പാടിയ ആ ഒരു ഇത് ഇഷ്ടപ്പെട്ടു. പക്ഷെ കുറച്ചും കൂടെ ഫീൽ കൊടുക്കണമായിരുന്നായിരിക്കും എന്ന് ഞാനിപ്പോൾ കരുതുന്നു. അങ്ങനെ എടുത്തോ ഇല്ലയോ എന്നുള്ള ഒരു ഫൈനലൈസ് ചെയ്തല്ല അയച്ചത്. അപ്പോഴും അത് കാണും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നമ്മളെ കൊണ്ട് പാടിച്ചപ്പോൾ. പിന്നീടാണ് അത് സുജാത ചേച്ചിയെ
കൊണ്ട് പാടിപ്പിച്ചത്. പിന്നെ സുജാത ചേച്ചിയോട് സംസാരിച്ചപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ല, ആ ഒരു ഇതിൽ പിന്നീടുള്ള സ്റ്റേജ് ഷോയിലൊക്കെ ആ പാട്ട് സ്ഥിരമായിട്ട് പാടാറുണ്ടായിരുന്നു? എനിക്കിഷ്ടമാണ് ആ പാട്ട്. ഞാൻ പാടിയിട്ടുണ്ട്, 1-2 ഇതിൽ പാടിയിട്ടുണ്ട്. അല്ലാതെ സ്ഥിരം അങ്ങനെ പാടാല്ല. സത്യം പറഞ്ഞാൽ ആ പാട്ട് കേൾക്കുമ്പോൾ സങ്കടം. ഈ ഇളയരാജയുടെ എല്ലാ ആ ഒരു ഭംഗിയും ഫോക്കിന്റെ ഒരു ഭംഗിയും അല്ലേ? ഫോക്കിന്റെ അത് സാറിന്റെ ശബ്ദത്തിൽ പാടിത്തന്നത് എനിക്ക് ഇപ്പോഴും. എനിക്കിങ്ങനെ കാലാപാനിയിലെ പാട്ടുമായിട്ടൊരു ചെറിയ ഒരു അതിന്റെ ഒരു മാരിക്കൂടിനുള്ളിലല്ലേ, ഞാനത് മാരിക്കൂടിനുള്ളിലുള്ള പാട്ട് ഞാൻ സാറ് നമ്മുടെ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ സാറിനെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുത്തിയിരുന്ന് പാടിയൊരു പാട്ട്. അതൊരു പക്ഷെ അദ്ദേഹം കേട്ടിട്ടായിരിക്കും ലാലി ആ പാട്ട് ഒരു പക്ഷെ കേട്ട് കാണും അദ്ദേഹം. ഒരു പക്ഷെ സാറ് പോകുമ്പോഴല്ലേ, മുന്നിൽ കൂടെ പോകുമ്പോഴല്ലേ പാടുന്നത്, കാണാത്ത പോലെ ഇരുന്ന് പാടും. അപ്പൊ ഒരു പക്ഷെ അതായിരിക്കും ഒരു പക്ഷെ സെലക്ട് ചെയ്യാൻ കാരണം. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഈ സ്റ്റേജ് ഷോയിൽ റിയാലിറ്റി ഷോകളുടെ ആദ്യ റിയാലിറ്റി ഷോകളുണ്ട്. ഇപ്പോഴത്തെ ആ റിയാലിറ്റി ഷോകളുടെ ഒരു ആദ്യ രൂപത്തിലെല്ലാം സജീവമായിരുന്നു അല്ലേ? ഏഷ്യാനെറ്റിലെ ഗന്ധർവ സംഗീതം വേറൊരു എങ്ങനെയായിരുന്നു ആ ഒരു സ്റ്റേജ് ഷോയുടെ അനുഭവം എങ്ങനെയായിരുന്നു? അത് കുറേ സ്റ്റേജുകൾ കടന്ന്, ഇപ്പം പ്രിലിമിനറി സ്റ്റേജ്, അത് കഴിഞ്ഞ് ക്വാർട്ടർ ഫൈനൽ, അതിൽ നിന്ന് സെമി ഫൈനലിലേക്ക്, അവസാന ഫൈനലിലേക്ക്. അതെന്ന് പറയുന്നത് വലിയ അതിൻ്റെ പാട്ടുകളുടെ സെലക്ഷനും അവർ പറയുന്ന റൗണ്ടിനനുസരിച്ചുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യാനും ഒക്കെ ശരിക്കും അമ്മയും അച്ഛനും ഞാനും അനിയത്തിയും അനിയനും എല്ലാം കൂടെ ഭയങ്കര ഒരു എന്താ പറയണ്ടേ, നല്ല ഒരു രസവുമായിരുന്നു. അതിനോടൊപ്പം കുറച്ചൊരു ടെൻഷനുമായിരുന്നു. എപ്പോഴും നമ്മളൊരു മത്സരത്തിന് പോകുമ്പോൾ എത്ര ടെൻഷൻ ഇല്ലാന്ന് പറഞ്ഞാലും ടെൻഷനാണല്ലോ. വലിയൊരു അനുഭവമായിരുന്നു. ഒരുപാട് അതെ അതെ അതെ. അപ്പം അതിന്റെ ഫൈനല് ജഡ്ജ്മെന്റിന് വന്നത് രവീന്ദ്രൻ മാഷും ശരത് അന്ന് കണ്ടു, സംസാരിച്ചു. ഈ പാട്ട് പാടിയ ആളാണെന്നൊക്കെയുള്ള അല്ലേ? അന്നൊന്നും സംസാരിച്ചിട്ടില്ല. കാരണം പിന്നീട് ശരത് സാർ വീണ്ടും വേറൊരു ഷോയ്ക്ക് ഇതുപോലെ ജഡ്ജായിട്ട് വന്നപ്പം അപ്പം എന്നെ നീ അന്ന് ഉണ്ടായിരുന്നതല്ലേ എന്നുള്ള രീതിയിൽ അങ്ങനെ പരിചയപ്പെട്ടു. എനിക്ക് രവീന്ദ്രൻ മാഷ് ഇങ്ങനെ അല്ലേ ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പറഞ്ഞ പോലെ ടൈ ബ്രേക്കറിലാണ് എനിക്ക് പോയത്. അപ്പോൾ ഒരേ പാട്ട് തന്നെ പാടാൻ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഞാനായിരുന്നു പാടേണ്ടിയിരുന്നത്. അപ്പോൾ അതിൽ തുടക്കത്തിൽ പെട്ടെന്ന് ഒരു പാട്ട് പെട്ടെന്ന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ വിരുത്തമില്ലാതെ അങ്ങ് പാടി. നമ്മുടെ രാജശില്പിയിലെ അറിവിൻ നിലാവേ എന്നുള്ള പാട്ട്, അതിനൊരു വിരുത്തം ഉണ്ടല്ലോ. ഈശായ നമഃ ഉമേശായ നമഃ, അത് പാടാതെ ഞാൻ ഡയറക്റ്റ് പാട്ടിലേക്ക് അങ്ങ് കയറി. പക്ഷെ മറ്റേ കുട്ടി അപ്പോഴത്തേക്ക് അതിനൊരു പ്രിപ്പയർ ചെയ്യാനുള്ളൊരു സമയം കിട്ടി. അപ്പോൾ അതും കൂടെ ചേർത്ത് പാടി. അങ്ങനെ ഒരു പക്ഷേ നമുക്കറിയില്ല. എന്നിരുന്നാലും അത് രവീന്ദ്ര മാഷ് ഞാൻ നേരിട്ട് അന്ന് സംസാരിച്ചതൊന്നുമില്ല. ഞാൻ അങ്ങനെ ആ ഒരു തവണ കണ്ടിട്ടേ ഉള്ളൂ അദ്ദേഹത്തിനെ. പക്ഷെ പിന്നീട് വേറൊരു സോഴ്സ് വഴി ഞാൻ അറിഞ്ഞു, അന്ന് 2 കുട്ടികളുണ്ടായിരുന്നു. മറ്റേ കുട്ടിക്ക് ശരിക്കും നല്ല ടാലൻ്റ് ഉള്ള കുട്ടിയാണ്. പക്ഷെ എന്തോ വളരെ ബുദ്ധിമുട്ടിയാണ് ഒരു ഡിസിഷൻ എടുത്തത്. അവസാനം ഒരാൾക്കങ്ങ് കൊടുത്തു. വലിയ അവാർഡാണ്. പക്ഷെ അതിങ്ങനെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഇളയരാജയായി പിന്നെ രവീന്ദ്രൻ മാഷായി ഇവരുമായിട്ടൊക്കെ ഉള്ള ഇതായി ഒരു വലിയ മഹാനുമായിട്ട് വലിയ അടുപ്പം ഉണ്ടായിരുന്നു ദേവരാജ മാഷ്. അതെങ്ങനെയായിരുന്നു പറഞ്ഞത്? ദേവരാജ മാഷ് ഞാൻ ചെറുതിലെ തന്നെ KPSCയിലെ ഒരു സ്ഥിരം ആളായിരുന്നു. കേശവൻപുരി സാറൊക്കെ ഉള്ള സമയത്ത് അവിടെ എല്ലാ പ്രോഗ്രാമുകൾക്കും പോകും. അച്ഛൻ കൊണ്ടുപോകാറുണ്ട്. അപ്പം അങ്ങനെ ഇരുന്നൊരവസരത്തിൽ ഒരു പ്രോഗ്രാമിന് ദേവരാജ മാഷൊക്കെ വന്ന ഒരു പ്രോഗ്രാമിന് ഞാൻ പാടി. ചെപ്പ് കിലുക്കണ ചങ്ങാതി പാടി. അത് സുലോചനാമ്മയുള്ള സമയത്ത് തന്നെയാണ് പാടിയത്. ആ സ്റ്റേജിൽ തന്നെയാണ് പാടിയത്. അപ്പോൾ അത് മാഷക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ എന്നെ കരമനയിലുള്ള സാറിൻ്റെ വീട്ടിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. അച്ഛനും ഞാനും കൂടെ പോയി എന്നെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചു. അക്ഷരശുദ്ധിയെ പറ്റിയൊക്കെ ഭയങ്കര ഇതായിട്ട് പറഞ്ഞു. പലർക്കും ഇന്നത്തെ കാലത്ത് അതില്ല. നീ അന്ന് ദേവരാജ മാഷിന്റെ മുന്നിലേ പാടിയത് ദേവരാജ മാഷിന്റെ പാട്ടുകൾ തന്നെയായിരുന്നു. അതെ, പൂന്തേനരുവിയാണ് പാടിയത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു സംഘത്തില്
യുവഗായകരുടെ ഒരു സംഘം അദ്ദേഹം സുദീപ് അടക്കമുള്ള ഒരു സംഘത്തിൽ ലാലി ഉണ്ടായിരുന്നു. അതെ അതെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഒരു പെട്ടെന്ന് മൺമറഞ്ഞു പോയി. അദ്ദേഹത്തിന്റെ ഒരു വിയോഗവും എല്ലാം അവസാന സമയത്തായിരുന്നു അങ്ങനെ. അതെ അതെ അതെ. കുറച്ചും കൂടെ മുമ്പേ ആയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്ന് എന്താ കുറച്ചുകൂടെ ഒരു അദ്ദേഹമായിട്ടൊന്ന് ഇടപെടാനുള്ള ഒരു അവസരമൊക്കെ കിട്ടിയേനെ. അപ്പൊ എനിക്ക് തോന്നുന്നു 3 ലെജൻഡ്, വലിയ 3 ലെജൻഡുകളുടെ അനുഗ്രഹം ഉണ്ടായിരുന്നു. അതൊന്ന് പറഞ്ഞു SPB ആയിട്ടുള്ള അനുഭവം. അത് ശരത് സാറ് വഴി, ശരത് സാറ് നമ്മൾ ഈ കൈരളിയിലെ തന്നെ എല്ലാവരും പാടണമെന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഞങ്ങളുടെ ഒരു ഫാമിലി ഷോ ആയിരുന്നു അന്ന്. CBയിലെ പ്രസന്നം ചിറ്റപ്പന, അങ്ങനെ ഞങ്ങളുടെ ഫാമിലിയാണ്, ഒരേ ഫാമിലിയാണല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ചേർന്നൊരു ടീമായിട്ട് പാടിയിരുന്നു. അതിൻ്റെ ഫൈനലിൽ വരെ സാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല അടുപ്പമുണ്ട് സാറുമായിട്ട്, ശരത് സാറുമായിട്ട്. അപ്പോൾ സാറ് ത്രൂ ആണ് ഈ 2018 വൈക്കത്ത് അമ്പലത്തിൽ ദക്ഷിണാമൂർത്തി സംഗീതോത്സവം ആയിരുന്നു അവിടെ വെച്ച്. അന്ന് ശരത് സാറ്, SPB സാറ്, അങ്ങനെ കുറേ പേര്, ഒരുപാട് പാട്ടുകാരല്ലാത്തവരും ഉണ്ടായിരുന്നു. അതെല്ലാം അവരെല്ലാം കൂടെ ഉള്ള ആ ഒരു പ്രോഗ്രാമിൽ നല്ലൊരു ഒരു അവസരം കിട്ടി. SPയുടെ മുന്നിൽ അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം കൂടി കോർത്തിണക്കിക്കൊണ്ട് ഒരു അക്കപ്പല്ല ചെയ്തു ശരത് സാറ്. കൂടെ പാടിയായിരുന്നു. ഞങ്ങളൊരു 6 പേര് ചേരുന്ന ഒരു ഇതായിരുന്നു. SP എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞല്ലോ, ചാൻസ് കിട്ടിയത് ശരത് സാറിൻ്റെ കെയർ ഓഫിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ SPB സാറിൻ്റെ പാട്ടുകൾ ഹിന്ദി, മലയാളം, തെലുങ്ക്, തമിഴ് അതെല്ലാം കൂടെ ഉള്ള കുറച്ച് പാട്ടുകൾ കൂട്ടിച്ചേർത്ത് സാർ അതൊരു അക്കപ്പല്ലയായിട്ട് ചെയ്ത് ഞങ്ങളൊരു 6 പേരടങ്ങുന്ന ഒരു ടീമായിരുന്നു അത് ചിത്ര, അരുണ്, സർവശ്രീ, അങ്ങനെ ഞങ്ങൾ ഗേൾസ്, ലേഡീസ് 3 പേര്, ജെൻസ് 3 പേര്, അങ്ങനെ ഉള്ള ഇതായിരുന്നു. അപ്പോൾ ഈ അദ്ദേഹത്തിന് മുന്നിൽ ഞങ്ങൾക്ക് പാടാൻ പറ്റിയെന്നുള്ളതിന് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലിരിക്കാൻ ഞങ്ങളെല്ലാവരും. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു, പുറത്തല്ല അതിനോട് ചേർന്നുള്ളൊരു റൂമിൽ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇദ്ദേഹത്തിനെ ഫാൻസ് കാണാൻ എല്ലാവരും ഇങ്ങനെ ക്യൂ നിൽക്കുക, ഫോട്ടോ എടുക്കാൻ. അവസാനം സാറ് അവരെ എല്ലാവരെയും കുറേ പേരെ എടുത്തു. അത് കഴിഞ്ഞ് അവരെ നിർത്തിയിട്ട് ഞാൻ ഇവരെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നു. ആദ്യം ഞാനായിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോഴും എനിക്കിങ്ങനെ ഭയങ്കര എന്താ പറയണ്ട, ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ரொம்ப അഴകായി പാടി എന്ന് പറഞ്ഞു. നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേക മൈക്ക് ഒക്കെ ഉണ്ട്. അങ്ങനെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ അന്ന് പാടിയതിൽ SP പിന്നെ ഇളയരാജ കോംബോ ആണല്ലോ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ വന്നത്. അപ്പോൾ അന്ന് ലാലി അവിടെ പാടിയത് ഇളയരാജയുടെ പാട്ട് തന്നെയായിരുന്നു അല്ലേ? ആയിരിക്കണം. അത് ഒരുപാട് പേരുടെ ഉണ്ട്. എല്ലാ ഇതും ഉണ്ടായിരുന്നു, മലയാളം എല്ലാ ലാംഗ്വേജസും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിങ്ങനെ സിനിമയിൽ പാടി, പിന്നെ സ്റ്റേജ് ഷോകളിൽ പങ്കെടുത്തു. അല്ലാതെ പുറത്ത് പ്രോഗ്രാംസുകളുണ്ട്. പുറത്ത് മീൻസ് ഈ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ കൂടെ അത്യാവശ്യം പാടിയിട്ടുണ്ട്. വേണുഗോപാൽ, G വേണുഗോപാൽ, വേണുചേട്ടൻ്റെ കൂടെ ഗന്ധർവ സംഗീതത്തിനുള്ള പരിചയം അദ്ദേഹത്തിന് പാടിയിട്ടുണ്ട്. കൈതപ്രം സാറിൻ്റെ കൂടെ പാടിയിട്ടുണ്ട്. ഈ അങ്ങനെയുള്ള അവസരങ്ങളിലെ കൂടുതലായിട്ട് മെലഡിയാണോ പാടുന്നത്? മെലഡിയാണ് കൂടുതലും. അത് മലയാളം മെലഡിയാണോ? മലയാളം. അത് എനിക്ക് അങ്ങ് ഭയങ്കര എന്താ, അതിനോടങ്ങ് ക്രേസാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള പാട്ട് ഏതാ? എനിക്ക് തോന്നുന്നു മൈനാകം. അതിനോടൊപ്പം മത്സരിക്കുന്ന പുലർകാല സുന്ദരം. അത് എന്നെ ഇവിടെ വെച്ച് കണ്ടാലും ടീച്ചേഴ്സും, ഇപ്പം അടുത്ത് തന്നെ ഞങ്ങളുടെ ഒരു ടീച്ചേഴ്സിൻ്റെ സംഘടനയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, NSSൻ്റെ. അപ്പോൾ അവിടെ വെച്ച് ഞാൻ വേറൊരു പാട്ട് ചെയ്തു. അവരെല്ലാം കൂടെ പറഞ്ഞ് തിരുത്തി എന്നെ പുലർകാല സുന്ദരം പാടിച്ചു. അതെനിക്ക് എപ്പോഴും എന്നെ കാണുമ്പോഴേ ഓർമ്മ വരുമെന്ന് പല ടീച്ചേഴ്സും പറഞ്ഞിട്ടുണ്ട്. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി മാറി, മണ്ണിലും വിണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി പാറി, പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി മാറി. നീരത
ശ്യാമള നീലനഭസ്സൊരു ചാരു സരോവരമായി നീരദശ്യാമള നീലനഭസ്സൊരു ചാരു സരോവരമായി ചന്ദ്രനും സൂര്യനും താരാഗണങ്ങളും ഇന്ദിവരങ്ങളായി മാറി ചന്ദ്രനും സൂര്യനും താരാഗണങ്ങളും ഇന്ദിവരങ്ങളായി മാറി പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി മാറി. ഈ പാട്ടുകൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പം ഇതുപോലുള്ള അത്യാവശ്യം തിങ്സ് ഒക്കെ ഇടാൻ പറ്റുന്ന പാട്ടുകളാണോ സെലക്ട് ചെയ്യുന്നത്, അതോ എങ്ങനെയാണ്? അതിനൊരു ക്രൈറ്റീരിയ എങ്ങനെയാണ്? അതാ എനിക്ക് കൂടുതലും ഇഷ്ടം. അതായത് സെമി ക്ലാസിക്കലും ഇഷ്ടമാണ്, അതിനോട് ചേർന്ന് നിൽക്കുന്ന കുറച്ചും കൂടെ മെലഡിയുള്ള പാട്ടുകളാണ് കൂടുതലും ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഫാസ്റ്റ് നമ്പർ പാടാറില്ല? ഫാസ്റ്റ് നമ്പർ പാടാറുണ്ട്, പക്ഷേ കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ എപ്പോഴും ഈ ഗായകരോട് ചോദിക്കുമ്പോഴേ അല്ലെങ്കിൽ പാട്ടുകാരോടും പാട്ടുകാരികളോടും ചോദിക്കുമ്പോൾ പഴയ പാട്ടാണോ ഇഷ്ടം പുതിയ പാട്ടാണോ? അതൊരു ക്ലീഷേ ചോദ്യമാണ്. എങ്കിലും ലാലിയോടും കൂടെ ചോദിക്കുക. ലാലി അങ്ങനെ ആ ചോദ്യം ചോദിക്കാതെ വിടുന്നത് ശരിയല്ല. പഴയ പാട്ടാണോ ഇഷ്ടം പുതിയ പാട്ടാണോ? പഴയ പാട്ടുകളാണോ ഇഷ്ടം പുതിയ പാട്ടുകളാണോ ഇഷ്ടം? അങ്ങനെയല്ല, രണ്ട് കൂട്ടത്തിൽ നിന്നുള്ള പാട്ടുകൾ ഞാൻ സെലക്ട് ചെയ്ത് പാടാറുണ്ട്. ചിത്രചേച്ചിയുടെ ആ ഒരു, അതായത് ഒരു 80s 90s പാട്ടും ഒത്തിരി പഴയ പാട്ട് അങ്ങ് അത്ര ഒരു ഇതില്ല, എന്നിരുന്നാലും 80s 90s ആ ഒരു കാലഘട്ടത്തിലെ പാട്ടുകളാണ് ഇഷ്ടം. അപ്പം രണ്ടും വരുമല്ലോ, പഴയതും പുതിയതും. 80s മുകളിലുള്ളത് പാട്ടുകൾ പാടുന്നത് സുശീലാമ്മയുടെയാണ്. സുശീലാമ്മയുടെ പാട്ടുകൾ അത് പലരും പറഞ്ഞിട്ടുണ്ട്. സുശീലാമ്മയുടെ ശബ്ദവുമായിട്ടൊരു സാമ്യം. പാട്ട് പാടിക്കുക സുശീലാമ്മ. രാജശില്പി നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ, പുഷ്പാഞ്ജലി പൊതിയാനെനിക്കൊരു പൂജാവിഗ്രഹം തരുമോ, രാജശില്പി നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ, പുഷ്പാഞ്ജലി പൊതിയാനെനിക്കൊരു പൂജാവിഗ്രഹം തരുമോ, രാജശില്പി. എക്സ്പ്രഷനുള്ള പാട്ടുകളെ പാടാറുള്ളൂ കൂടുതലും അല്ലേ? ഇപ്പം ഭക്തി ആ ഒരു അല്ലേ, ഡയറക്റ്റ് എക്സ്പ്രസീവ് ആയിട്ടുള്ള പാട്ടുകൾ അല്ലേ? പുതിയ പാട്ടുകൾ അങ്ങനെയല്ലല്ലോ. പുതിയ പാട്ടുകൾ മിക്കവാറും ഈ സിറ്റുവേഷനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പാട്ടുകളാണല്ലോ കൂടുതലായിട്ടുള്ള. ഇപ്പൊ അങ്ങനെ ഒരു ട്രെൻഡാണല്ലോ. മറ്റേത് ഒരു ഭാവത്തിനെ എക്സ്പ്രസ് ചെയ്ത പാട്ടുകളാണ്. ഇപ്പൊ ഈ പുലർക്കാല അതൊരു ഫാന്റസിയുടെ ഇപ്പം അത് കഴിഞ്ഞ് രാജശില്പി കുറച്ച് ഡിവോഷനിലും വരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ പാട്ടുകൾ ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ ആ കഥാസന്ദർഭത്തിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പം ഇപ്പോഴത്തെ പാട്ടുകളിലെ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ട പാട്ടുകൾ വല്ലതും ഉണ്ടോ? ഇപ്പോൾ ഒരു 2000 അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ? പാട്ടുകളുണ്ടല്ലോ, മെലഡീസ് ഒന്നും വളരെ കുറച്ചാണെങ്കിലും വരുന്നുണ്ട്. എങ്കിലും അങ്ങനെയുള്ള പാട്ടുകളൊക്കെ നോക്കാറുണ്ടോ? അങ്ങനെ കേൾക്കാറുണ്ട്. മക്കളൊക്കെ ഇങ്ങനെ ഒരു നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്ന ഉണ്ട്, ഇല്ലെന്നല്ല, എന്നാലും മറ്റേതിൻ്റെ അത്രയും അങ്ങോട്ട്. പിന്നെ പറഞ്ഞല്ലോ മലയാളമാണ് പ്രധാനമായിട്ടും. തമിഴ് പാട്ടുകൾ അങ്ങനെ സെലക്ട് ചെയ്ത് പാടാറുണ്ടോ? തമിഴ് പാട്ടുകൾ വളരെ കുറച്ച് ഈ ഇതിന് വേണ്ടിയിട്ടൊക്കെ കോമ്പറ്റീഷൻസിനൊക്കെ വേണ്ടിയിട്ട് പഠിച്ച് പാടാറുണ്ട്. അങ്ങനെ സെലക്ട് ചെയ്യേണ്ടി വരുമ്പോഴും ചിത്രചേച്ചിയുടെ പാട്ടുകളാണല്ലേ? സിന്ധു ഭൈരവിയിലെയൊക്കെ പാട്ടുകൾ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അത് പാടുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തെ ഗായകരെ ശ്രദ്ധിക്കാറുണ്ടോ? ഞാനിപ്പോൾ പാട്ട് ശ്രദ്ധിക്കാറുണ്ടെന്ന് മനസ്സിലായി. ഇപ്പോഴത്തെ ഗായകരെ ശ്രദ്ധിക്കാറുണ്ടോ? കാര്യം ഈ ഒരു സ്റ്റേജ് എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ പാട്ട് പിന്നണി ഗായിക എന്നുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, മ്യൂസിക് ഷോകളിലെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഗായകരെ ശ്രദ്ധിക്കാറുണ്ടോ?
പക്ഷേ അവർക്ക് ഈ ടെക്നോളജിയുടെ ഭയങ്കര സപ്പോർട്ടുണ്ട്. അപ്പോൾ ആ ടെക്നോളജിയുടെ സപ്പോർട്ട് ഉണ്ടായിട്ട് പോലും അതിനപ്പുറത്തേക്ക് പ്രതിഭ പോകുന്ന ഗായകരും ഗായികമാരും ഉണ്ട്. അങ്ങനെയുള്ളവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അങ്ങനെയുള്ളവരിൽ ആരുടെ പാട്ടാണ്? എനിക്കിപ്പം ലേറ്റസ്റ്റ് എൻ്റെ കൂടെ തന്നെ പാടിയിട്ടുള്ള പുതിയതെന്ന് പറയാനൊക്കെ ഇല്ല, എന്നിരുന്നാലും വിധുവിൻ്റെ പാട്ട് എനിക്കിഷ്ടം. വിധു, സിത്തുവിൻ്റെ പാട്ട്, സിത്താരയുടെ പാട്ട്, സുഹൃത്തുക്കളും കൂടെ ആണല്ലേ. ആ പിന്നെ ജ്യോത്സ്നയൊക്കെ നമ്മൾ ഒരുമിച്ച് പാടിയിട്ടൊക്കെ ഉണ്ട്. ജ്യോത്സ്ന അവരുടെയൊക്കെ പാട്ടുകൾ ഇഷ്ടമാണ്. അവരൊക്കെ കുറച്ചും കൂടി എന്താ പറയണ്ടേ, പെർഫോമൻസ് വൈസും അവർക്കൊക്കെ കുറച്ചും കൂടെ ചാൻസ് ഒക്കെ കിട്ടിയിട്ടുള്ളത് കാരണം സ്റ്റേജ് ഷോകളിലൊക്കെ നന്നായിട്ട് പെർഫോം ഒക്കെ ചെയ്യാനും ഒക്കെയുള്ള അവസരം. ഇതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ചിത്ര ചേച്ചിയുടെ ഒരു ആർഡന്റ് ഫാനാണ്. തീർച്ചയായിട്ടും. ചിത്ര ചേച്ചിയുടെ മുന്നിൽ പാടാൻ എപ്പോഴെങ്കിലും അവസരം ഉണ്ടായിട്ടുണ്ടോ? നേരിട്ട് ചേച്ചി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, എന്നെ അറിയാം. കാരണം വേറൊരു NSSലെ തന്നെ വേറൊരു ടീച്ചറിനെ കണ്ട് പരിചയപ്പെട്ടപ്പോൾ ലാലിയുടെ അറിയാമോ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയണ്ടേ, നമ്മളൊക്കെ എല്ലാവരെയും ഇപ്പം സെലിബ്രിറ്റീസ് ആകുമ്പോൾ ഒരുപാട് പേരെ പരിചയം ഉണ്ടാവും. അപ്പോൾ ഓർത്ത് പറയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോവിഡ് സമയത്ത് എൻ്റെ ഈ പാട്ട് മൈനാകം പാട്ട് വൈറലായ സമയത്താണ് വേറൊരു രാജീവ് എന്ന് പറഞ്ഞ രാജീവേട്ടൻ എൻ്റെ കോളേജ് മേറ്റ് ആയിരുന്നു. പുള്ളി CI ആണ്. അപ്പോൾ അദ്ദേഹം ചിത്ര ചേച്ചിയെ കണ്ടിട്ട് അങ്ങനെ സംസാരിച്ചിരുന്ന ഒരു അവസരത്തിൽ എൻ്റെ പേരിങ്ങനെ പാട്ട് കേൾപ്പിച്ചു. ഡയറക്റ്റ് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടി എനിക്ക്. ഗന്ധർവ സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുദാസിനൊരു ട്രിബ്യൂട്ടായിരുന്നു, നമ്മുടെ ഗാനഗന്ധർവന് ട്രിബ്യൂട്ട് കൂടാണ്. അങ്ങനെയായിരുന്നു ആ പരിപാടി. അപ്പോൾ അദ്ദേഹത്തെ അന്ന് കണ്ടിരുന്നു. പിന്നെ തീർച്ചയായിട്ടും വല്ല അഭിപ്രായങ്ങളും പറഞ്ഞിരുന്നു, അനുഗ്രഹം. അദ്ദേഹത്തിൻ്റെ അന്ന് പ്രിയതമ എന്നുള്ള പാട്ട്, അത് സുശീലാമ്മയുടെ പാട്ടാണല്ലോ, അത് ഫൈനലിൽ പാടിയിരുന്നു അദ്ദേഹം. ആ പാട്ട് ഞാൻ പാടിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം വളരെ ഇതായിട്ട് ആസ്വദിക്കുന്ന എനിക്ക് നേരിൽ കാണാൻ പറ്റി. ഒത്തിരി സന്തോഷം തോന്നി. ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ടെന്ന് തോന്നുന്നു, ആ പ്രോഗ്രാം കിടപ്പുണ്ടെന്ന് തോന്നുന്നു. 2002 പക്ഷെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം അതിനുശേഷം അദ്ദേഹത്തിനോടൊപ്പം ആ പ്രോഗ്രാം അവിടെ ഇരുന്ന് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളെ പങ്കെടുത്ത കുട്ടികൾക്ക് എല്ലാവർക്കും കിട്ടി. അതിനുശേഷം ഈ വിന്നേഴ്സിന് മാത്രം, ഫൈനലിൽ എത്തിയവർക്ക് മാത്രം അദ്ദേഹവും കുടുംബാംഗങ്ങളും SPB സാറും വൈഫും ഒക്കെ ആയിട്ടുള്ള ഒരു വിരുന്നുണ്ടായിരുന്നു സൗത്ത് പാർക്ക് റെസ്റ്റോറൻറ്റിൽ. അപ്പം അതിൽ പങ്കെടുക്കാൻ പറ്റി. ഇപ്പോൾ ഈ റിയാലിറ്റി ഷോയുടെ കാലമാണല്ലോ, നമ്മൾ മുമ്പേ സംസാരിച്ചല്ലോ. റിയാലിറ്റി ഷോ കൊച്ചു കുട്ടികളുടെ റിയാലിറ്റി ഷോയ്ക്കാണ്, കുഞ്ഞു കുട്ടികൾ, അതിനാ കൂടുതൽ വ്യൂവർഷിപ്പ്. അപ്പം ഇവരൊക്കെ ഈ കുട്ടികളൊക്കെ നന്നായിട്ട് അസാധ്യമായിട്ട് പാടുന്ന കുട്ടികളുണ്ട്. നിങ്ങൾക്കൊന്നും ഇല്ലാത്ത ഒരു കാര്യം അവർക്ക് കിട്ടുന്നത് ഗ്രൂമിങ്. ഞാൻ എപ്പോഴും അതൊരു അല്പം അസൂയയോടുകൂടിയാണ് കാണുന്നത്. ഞങ്ങൾക്കൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ചില പാട്ടുകളൊക്കെ നമ്മളൊന്ന് ശരിക്കൊന്ന് ഇരുന്നാൽ മാത്രമേ അത് പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉള്ളപ്പോൾ നമുക്കൊരു ഗൈഡൻസ് അത് കിട്ടിയാൽ എത്ര നല്ലതായിരുന്നു ഇപ്പോഴും ഞാൻ ഓർക്കും. ഒരു ഫിയറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു ആൻസൈറ്റിയോ അല്ലെങ്കിൽ ഒരു പിന്നെ എന്താ പറയുന്നത് ടെൻഷനോ ഒന്നും ഇല്ലാതെ ഇപ്പം നിങ്ങൾ പാടുക. അതെ, നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൽ പലരും ഈ റിയാലിറ്റി ഷോയുടെ ഒരു ഇതിൽ വളരെ കുറച്ച് ആൾക്കാരെ പിന്നീട് വരുന്നുള്ളല്ലേ. ശരിയാ. എന്താ അതിന് കാരണം? എനിക്ക് തോന്നുന്നു അവരാ വേദിയിൽ പെർഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു പൊലിമയിൽ നമ്മൾ ഒത്തിരി അങ്ങ് അവരെ എൻകറേജ് ചെയ്യുമെങ്കിലും പിന്നീട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആ ഒരു പ്രോത്സാഹനം കിട്ടുന്നുണ്ടാവില്ല. അതായിരിക്കാം കാരണം. ശ്രദ്ധിക്കാറുണ്ടോ അതിൽ? പിന്നെ തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ വേറൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പാട്ട് പാടാനും നമുക്കൊരു ഈ പറഞ്ഞ പോലെ ഒരു സംഗീത സംവിധായകൻ വിളിക്കണം, റെക്കോർഡിംഗ് സ്റ്റുഡിയോ ചെല്ലണം, ഒരു സ്റ്റേജ് ഷോ ആണെങ്കിൽ വിളിക്കണം, റിയാലിറ്റി ഷോ ആണെങ്കിൽ ചാനലുകാർ വിളിക്കണം. അപ്പൊ അതൊന്നും വേണ്ട, സോഷ്യൽ മീഡിയ. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇപ്പം കുറച്ച് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്, പാട്ടൊക്കെ പാടാറുണ്ടെങ്കിൽ വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ മറ്റു പല ആൾക്കാരും ഇതൊരു വലിയ സ്റ്റേജായിട്ട് കാണുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു നമ്മുടെ ഒരു സ്വകാര്യത ഇരുന്ന് തന്നെ നമുക്ക് പാടാം, നമ്മുടെ ഒരു വീട്ടിലോ ഒക്കെ ഇരുന്ന് തന്നെ പാടാവുന്ന ഒരു സ്പേസ് ആണ്. ഇതിന് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഫസ്റ്റ് അതിൻ്റെ ഒരു പോസിറ്റീവ് എന്താണ്? അതിന് നമുക്ക് എന്താ പറയണ്ടേ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ആരുടെയും അനുവാദം വേണ്ട, അല്ലെങ്കിൽ ആരുടെയും പ്രത്യേക ക്ഷണമൊന്നും വേണ്ട. നമുക്ക് ഇപ്പം പാട്ട് തന്നെയല്ല, എന്ത് കാര്യവും നമുക്കത് റെക്കോർഡ് ചെയ്ത് അത് സഭ്യമായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അവതരിപ്പിക്കാവുന്ന കാര്യങ്ങൾ നമുക്ക് അവതരിപ്പിക്കുന്നതിന് അതൊരു നല്ല പ്ലാറ്റ്ഫോം തന്നെയാണ്. നെഗറ്റീവ് എന്താണ്?
ഇങ്ങനെ പാട്ടിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നെഗറ്റീവ് എന്ന് എനിക്കങ്ങനെ ഒരു പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാട്ട് പാടി അപ്പോൾ ആ പാട്ട് ഒരു ഓപ്പൺ സ്റ്റേജിലോ അല്ലെങ്കിൽ ഇതിൽ അറിയാവുന്ന ഒരാളുടെ മുമ്പിൽ പാടാതെ നമ്മൾ പാടുമ്പോഴത്തേക്ക് അവരതിനെ കറക്റ്റ് ചെയ്യും. കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നത്. നമ്മൾ ഇത് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നില്ല. അതൊരു നെഗറ്റീവാണ്. സോഷ്യൽ മീഡിയയിൽ ഇത് ഡയറക്റ്റ് അങ്ങോട്ട് കാണിച്ചു, അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അപ്പം അങ്ങനെ ശ്രദ്ധയിൽപ്പെടുന്ന പല പാട്ടുകളിൽ അയ്യോ അത് അങ്ങനെ അല്ലായിരുന്നു, ഇങ്ങനെ ആകാമായിരുന്നു. അതെ അതെ, തീർച്ചയായിട്ടും. ഈ ഇപ്പം അധ്യാപിക കൂടിയാണ്, ഫിസിക്സ് ആണ് പഠിപ്പിക്കുന്നത്. ഈ സംഗീതമായിട്ട് നോക്കിയാൽ ബന്ധമൊന്നുമില്ല, വേണേൽ നമുക്ക് ബന്ധപ്പെടാം. സൗണ്ട് എനർജി ഉണ്ട്, ട്യൂണിംഗ് ഫോർക്ക്, അമ്മാതിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഫിസിക്സ് ആണ് മൊത്തത്തിൽ, ഇതിന്റെ വേവ്സും കാര്യങ്ങളൊക്കെ. ഈ പാട്ടുകാരി കലാകാരി എന്നുള്ള ആ ഒരു ഉള്ളിലുള്ള ആ ഒരു ബോധം ഉണ്ടല്ലോ, ആ ഒരു ഉൾക്കാഴ്ച, ആ ഒരു ബോധം ഈ അധ്യാപനത്തിലേക്ക് വരുമ്പോൾ അതിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. അത് ഏത് രീതിയിൽ നമ്മൾ അത് എപ്പോഴും ഒരേ കണ്ടന്റ് തന്നെ പഠിപ്പിക്കുമ്പോൾ, പല പ്രാവശ്യം പഠിപ്പിക്കുമ്പോൾ അത് അന്നേരത്തെ ഒരു സിറ്റുവേഷൻ പോലെ ഇരിക്കും. ചിലത് ഇക്വേഷൻസ് ഒക്കെ ഇങ്ങനെ പാട്ടായിട്ട് നമുക്കെന്നാൽ പാടാം പിള്ളേരെ എന്ന് പറഞ്ഞിട്ട് റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് പാടാറുണ്ട്. ലോസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ അങ്ങനെ പാടി പഠിപ്പിക്കാറുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. ഞാനിങ്ങനെ ഈ ഫൈനൽ എക്സാം അടുത്തിരിക്കുകയാണല്ലോ, അപ്പോൾ അങ്ങനെ നേരത്തെ ഞാനിങ്ങനെ ഇക്വേഷൻസും ഒക്കെ ചേർത്തൊരു പാട്ട് പോലെ ഉണ്ടാക്കിയായിരുന്നു. അത് ഒത്തിരി നാളുകൾക്ക് മുമ്പാണ്. അതെനിക്കിപ്പോൾ അങ്ങോട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കാത്തതുകൊണ്ട് എനിക്കത് കിട്ടുന്നില്ല. ഞാനിങ്ങനെ ചെയ്യാൻ ഇങ്ങനെ അത്യാവശ്യം നമുക്ക് പാട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന് നമ്മൾ പണ്ടൊന്ന് തെളിയിച്ചതാണ്. തൊട്ടടുത്ത ക്ഷേത്രത്തിലേക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് എത്ര മിനിറ്റ് കൊണ്ടായിരുന്നു ആ പാട്ട്? അയ്യോ അതെനിക്ക് അറിയത്തില്ല. അതെൻ്റെ ഒരു ഇതല്ല. ശരിക്കും എന്താ പറയണ്ടേ, അന്ന് പാടാനുള്ളതിൻ്റെ പ്രാക്ടീസ് റിഹേഴ്സലും കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് റെഡി ആവാനായിട്ടുള്ള ആ ഒരു സ്പേസിൽ കൃഷ്ണൻ ആ സംഗീതത്തോടു കൂടി വരികളും എനിക്ക് അങ്ങ് പകർന്നു തന്ന ഒരു അനുഭവമായിരുന്നു. അത് ഞാൻ എഴുതിയതായിട്ട് എനിക്ക് തോന്നുന്നേയില്ല. പിന്നെ ഇവിടെ തൊട്ടടുത്ത കൊച്ചാലുംമൂട്ടിൽ കൃഷ്ണനെ പറ്റി അത് നമ്മൾ വളരെ എന്താ പറയണ്ടേ, ഭയങ്കരമായിട്ട് തളർന്നിരുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ മനസ്സിൽ വന്ന ഒരു പാട്ടാണ്. അതെ അതെ, ആ സമയത്ത് ഉണ്ടായൊരു പാട്ടാണ്. കൊച്ചാലും മൂട്ടിൽ വാഴും കണ്ണാ ഞാൻ നൽകിടാമെൻ ദുഃഖം കടഞ്ഞെടുത്ത വെണ്ണ. കൊച്ചാലും മൂട്ടിൽ വാഴും കണ്ണാ ഞാൻ നൽകിടാമെൻ ദുഃഖം കടഞ്ഞെടുത്ത വെണ്ണ. സ്വീകരിക്കാൻ എൻ്റെ താമസം പൊന്നുണ്ണി കണ്ണീരുപ്പു കലർന്നതിനാലോ. സ്വീകരിക്കാൻ എൻ്റെ താമസം പൊന്നുണ്ണി കണ്ണീരുപ്പു കലർന്നതിനാലോ. കൊച്ചാലും മൂട്ടിൽ വാഴും കണ്ണാ ഞാൻ നൽകിടാമെൻ ദുഃഖം കടഞ്ഞെടുത്ത വെണ്ണ. വെണ്ണ പോലെ നൈർമല്യമുള്ള പാട്ടുകൾ ഇനിയും ചാരിയുടെ ഭാഗത്തും അല്ലെങ്കിൽ ലാലിയുടേതായി കുറേ പാട്ടുകൾ ഇനി വരാനിരിക്കുന്നു. അങ്ങനെയൊക്കെ ചില പാട്ടുകളും ഇപ്പം സംസാരിച്ചപ്പോൾ മനസ്സിലായി അതിൽ കുറേ കാര്യങ്ങൾ പാട്ടുകളൊക്കെ ചെയ്യണം. അതിനായിട്ടൊക്കെയുള്ള പ്രവൃത്തി ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ചേട്ടൻ്റെ നാക്ക് പൊന്നായിരിക്കട്ടെ. എനിക്ക് ഒരുപാട് പാട്ടുകൾ പാടണം ആഗ്രഹമുണ്ട്. അതായത് എൻ്റെ കഴിഞ്ഞ വർഷമാണ് അച്ഛൻ മരിച്ചത്. അപ്പോൾ അച്ഛൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എന്നെ ഒരു പാട്ടുകാരിയാക്കാൻ. അച്ഛനത് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഇനി അച്ഛൻ്റെ ആത്മാവിനെങ്കിലും ഒരു പാട്ട് അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ അച്ഛൻ പോയതിന് ശേഷം എനിക്ക് കുറേയേറെ ചാൻസുകൾ, ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ചാൻസുകൾ കുറേ കിട്ടി. അപ്പോൾ അച്ഛൻ ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റാത്ത കാര്യം അച്ഛൻ അവിടെ ആ ലോകത്തിരുന്ന് ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിക്കുക, അത്രയും പ്രതീക്ഷിക്കുകയാണ്.